എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 3 തവണ ശ്രീ അഭിലാഷ് ആവർത്തിച്ചു പറഞ്ഞു 3 CPM-കാർ പ്രതിയായി, 3 CPM-കാർ പ്രതിയായി. അതേപോലെ 3-4 കോൺഗ്രസ് നേതാക്കന്മാരും ഇതിൽ പ്രതിയായിട്ടുണ്ടല്ലോ. ദേവസ്വം ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന INTUC കോൺഗ്രസിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള സംഘടനയാണ് എന്ന് താങ്കൾക്ക് അറിയില്ലാത്തതല്ലോ. ആരാ ഈ KS ബൈജു? ആരാ ഈ KS ജയശ്രീ? ആരാ ഈ ശ്രീകുമാർ? അപ്പോ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു 3 CPM-കാർ പ്രതിയായി. നമുക്ക് അറിയാവുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റായി വന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അരുൺകുമാർ, അത് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ യൂണിയൻ ഒക്കെ കാണും. കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെ ഒക്കെ യൂണിയൻ എല്ലാ രംഗത്തും ഉണ്ടല്ലോ. ഇവിടെ പൊളിറ്റിക്കൽ അപ്പോയിന്റീസ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയിട്ടുള്ള 3 പേരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവൻ പറഞ്ഞ നേരാ. കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്ത് INTUCയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന KS ബൈജു കോൺഗ്രസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാം തുടരെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് CPM-കാർ മാത്രം, ഇതിൽ മറ്റാരും പ്രതികളായി വന്ന കോൺഗ്രസുകാരും അതുപോലെ തന്നെ BJP ചായ്വുള്ളവരും ഒന്നും പ്രതികളല്ല എന്ന രൂപത്തിലൊരു ധ്വനി ആവർത്തിക്കുകയാണ്. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞേ? അന്തർദേശീയ ബന്ധമുണ്ടെങ്കിൽ എന്നാ പറഞ്ഞേ. ബന്ധമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞില്ല. ഞാൻ പ്രത്യേകം അത് ശ്രദ്ധിച്ച് ഇവിടെ എഴുതി വെച്ചു. ഇപ്പൊ BJP-യുടെ പ്രതിനിധി പറയാണ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ അന്തർദേശീയ ബന്ധമുണ്ട് എന്ന്. ഇവരെല്ലാം ഒരാളിങ്ങനെ പുട്ടിന് പീരയിടണോടെ ഇടും, മറ്റേ ആള് കൂട്ടിച്ചേർക്കും. രാവിലെ കോൺഗ്രസ് തുടങ്ങി വെക്കും, ഉച്ചയ്ക്ക് BJP അത് ഏറ്റെടുക്കും, വൈകുന്നേരം ചാനലുകളിലെല്ലാം അന്തിച്ചർച്ചയായിട്ട് ആ വിഷയങ്ങൾ വരും. അത് വച്ചിട്ട് വലിയ രൂപത്തിൽ ഇതിങ്ങ് പൊലിപ്പിച്ച് കൊണ്ടുപോകുക. നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. അതിൽ കോൺഗ്രസ് ബന്ധമുള്ളവരോ ഇടതുപക്ഷ ബന്ധമുള്ളവരോ BJP ബന്ധമുള്ളവരോ ആരായാലും ഇതിൽ കുറ്റം ചെയ്തവർ കൃത്യമായി ശിക്ഷിക്കപ്പെടട്ടെ. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷം? നിയമത്തിന്റെ മുന്നിൽ വരട്ടെ. ഒരാളെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞു. ഏറ്റവും ആദ്യം എന്താ പറഞ്ഞേ? SIT മുഴുവൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഇപ്പൊ BJP-യുടെ പ്രതിനിധിയും പറയുന്നത് SIT-യെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്, ആഭ്യന്തര വകുപ്പാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യേണ്ട, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നെങ്കിലും തീരുമാനിക്കുവാനുള്ള ഒരു അവധാനത അന്ന് കാണിക്കുമായിരുന്നില്ലേ? ഒരിക്കലും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നതിന്റെ അർത്ഥമല്ലേ? ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യ്, ആരെ വേണമെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുക്ക്, തെളിവുള്ളവരെ പ്രതിയാക്ക്, അല്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ എന്ന ശക്തമായ നിലപാട് ഞങ്ങൾ എടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഒരു തരത്തിൽ പോലും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന്. അത് പൂർണ്ണമായും കോടതിയുടെ സർവൈലൻസിൽ വിട്ടുകൊടുത്തിരിക്കുകയല്ലേ. ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ഇവിടെ മറ്റൊരു പ്രതിനിധി ഇരുന്ന് പറഞ്ഞല്ലോ കരുവണ്ണൂർ. ആരാ അന്വേഷിച്ചേ? കരുവണ്ണൂർ അന്വേഷിച്ചത് കൊണ്ടും ഫയൽ എടുത്തോണ്ട് പോയതും ED അല്ലേ? അതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ കാര്യം പറഞ്ഞല്ലോ, അത് UDF-ന്റെ കാലത്ത് അവരുടെ SIT-യും CBI-യും എല്ലാം വന്ന് അന്വേഷിച്ചല്ലേ. ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ താങ്ങും. ഏത് അന്വേഷണം എടുത്ത് പരിശോധിക്ക്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞ് അന്വേഷിച്ചത് ED-യും CBI-യും NI-യും ആദായ നികുതി വകുപ്പും എല്ലാം ആയിരുന്നില്ലേ സ്വർണ്ണക്കള്ളക്കടത്ത്? ബിരിയാണി ചെമ്പ് അന്വേഷിച്ചതാരാ? ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിലെ സ്വർണം അന്വേഷിച്ചതാരാ? ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ച് കടത്തിയത് ഇതേ പറഞ്ഞ ഗോപാലകൃഷ്ണന്റെ പാർട്ടി കൊണ്ടുവന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയല്ലേ? തെളിവിന്റെ എന്തെങ്കിലും കണിക വേണം. ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും. രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം ഉണ്ടാകും. ആ ഒരു ചർച്ചയിൽ ഒരു 10-15 മിനിറ്റ് കിട്ടിയാൽ കുറച്ച് പിണറായി വിജയനെ തെറി പറയുക, മറ്റു മന്ത്രിമാരെ ചീത്ത പറയുക, ഗോവിന്ദൻ മാഷിന്റെ കുടുംബത്തെ വരെ ചീത്ത പറയുക, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക, ഇത് തന്നെയാണ് ഇവരുടെ അജണ്ട. പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ല. അല്ലാതെ മെറിറ്റ് ചേർന്ന് ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തു, ഇന്ന കണക്ഷൻ വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന തെളിവ് വന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് എന്താ ഉള്ളത്? പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യും. സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി, മൊഴി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് ഇവരെല്ലാം പ്രതി, അതിനെല്ലാം ഈ പാർട്ടിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന തരത്തിലേക്ക് എത്രയോ തവണ ഇവരെ ചിത്രീകരിച്ചു. ഇങ്ങനെ ഇവർ പറയുന്ന തരത്തിൽ അന്വേഷണം പോയി ഇതെല്ലാം CPM ആണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസിക്ക് കഴിയുമോ? തെളിവ് വേണ്ടേ?
ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അപ്പൊ അത്തരത്തിൽ എത്ര നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും ആ നുണയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വരും. വെറുതെ ആളെ ഞങ്ങൾ ഹൈക്കോടതിയിലാണ് വിശ്വാസം, ഈ അന്വേഷണ ഏജൻസിയിലാണ് വിശ്വാസം. ഏതു തരത്തിലും പോയിക്കോട്ടെ, ഏത് അന്വേഷണം ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്തോട്ടെ, ഏത് ഡോക്യുമെന്റും വിളിച്ചു വരുത്തിക്കോട്ടെ, സത്യം കണ്ടെത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ നയാ പൈസ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി ഞാൻ പറയുമ്പോൾ അഭിലാഷ് ഇടപെടരുത്. കരുവന്നൂർ കേസ് എന്തായി എന്ന് അദ്ദേഹം വിരല് നികർത്തിയിട്ട് ചോദിക്കുന്നത് കേട്ടു. കരുവന്നൂർ കേസിലെ ED വന്നതിന് ശേഷമാണ് ഒരു വ്യക്തിയെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഒരു KP അരവിന്ദാക്ഷനെ കഴിഞ്ഞത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. കോഴിയുടെ കാലിമ്പിൽ മുടി ചുറ്റിയ മാതിരി ഒരു ക്രൈംബ്രാഞ്ച് 6 മാസം ഈ കരുവന്നൂർ കേസ് അന്വേഷിച്ചിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ED വന്നപ്പോ അറ്റ്ലീസ്റ്റ് നത്തോലി ആണെങ്കിലും ഒരു KP അരവിന്ദാക്ഷൻ അകത്തായി എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അപ്പൊ ആ കാര്യത്തിൽ അങ്ങേക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇത് മാറ്റാം. പിന്നെ അങ്ങ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലെ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് എന്തുകൊണ്ടൊരു പെറ്റീഷൻ രമേശ് ചെന്നിത്തല കൊടുത്തിട്ടില്ല? രമേശ് ചെന്നിത്തല കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? MR അജയൻ എന്ന് പറയുന്ന ഒരു മുൻ പത്രപ്രവർത്തകൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു കേസുണ്ട്. CBI അന്വേഷണം ശബരിമല വിഷയത്തിലെ സമഗ്രമായിട്ടുള്ള CBI അന്വേഷണം വേണം. കാരണം ഇവിടെ നിന്ന് ഈ സ്വർണമൊക്കെ കടത്തിയിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ്. വിശ്വാസവഞ്ചനയാണ്, ചതിപ്രയോഗമാണ്. പ്രതി നിയമത്തിന്റെ പരിധികൾ അതിസമർത്ഥമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിലേക്ക് SITക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളത്. ശ്രീ അഭിലാഷ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ രാഷ്ട്രീയ പാർട്ടികളിലെ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാൻ അറിയുന്ന ഏക പാർട്ടി CPM ആണ്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. ബാക്കി എല്ലാവർക്കും പഴുതടച്ചുകൊണ്ട് ഒരു കക്കല്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വെട്ടിപ്പ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി, അല്ലെങ്കിൽ ഒരു സ്വജനപാതം നടത്താൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ അങ്ങേയറ്റം ബിരുദം നേടിയവരാണ് CPM എന്ന് പറയുന്ന പാർട്ടി. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. ആ പാർട്ടി കേരളം ഭരിക്കുന്ന 9.5 വർഷത്തിനുള്ളിൽ ഒരു ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കണം ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിൽ 10% ജനങ്ങൾക്കില്ല. കാരണം ഈ സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ 1 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ശക്തിയുക്തം താങ്കളോട് പറയുന്നു, ഈ കേസിൽ ഇതിന് മുകളിലേക്കുള്ള ഒരു അറസ്റ്റ് നടക്കില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇവിടെ CPM പ്രതിനിധിയുടെ ലാഘവത്തോടു കൂടിയുള്ള പറച്ചില് 6 or 7 ദേവസ്വം ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിൽ BJPക്കാരുണ്ട്, അവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, അവരിൽ കേരള കോൺഗ്രസ്സുകാരുണ്ട്. നാണമില്ല സുഹൃത്തെ ഇങ്ങനെ സംസാരിക്കാൻ. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. 3 ഉന്നതരായ CPMന്റെ പ്രവർത്തകർ അകത്ത് കിടക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു കൊള്ള നടത്തിയതിനെ പറ്റിയിട്ട് ഇത്ര ലാഘവമായിട്ട് സംസാരിക്കരുത്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. ഇവിടെ ഇതിന്റെ അപ്പുറം നടക്കുന്നത്. നിങ്ങൾ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ 10 കോടി രൂപ എടുത്തിട്ട് എന്താണ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തവരാണ് നിങ്ങൾ. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഈ ഭക്തരുണ്ടല്ലോ ശ്രീ അനിൽകുമാർ, താങ്കൾ മനസ്സിലാക്കണം, കോഴിമുട്ട വിറ്റിട്ടും ബ്ലേഡ് കമ്പനിയിൽ നിന്ന് പലിശക്ക് എടുത്തിട്ടുമാണ് ഈ ദേവസ്വത്തിൽ ഈ അമ്പലങ്ങളിൽ വന്നിട്ട് അവിടെ ഈ വഴിപാട് എന്ന് പറയുന്ന കൃത്യം ചെയ്യുന്നത്. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ അത് സ്വർണത്തിൻ്റെതാവാം, വെള്ളിയുടേതാവാം, ചിലപ്പോൾ 1 രൂപയാവാം ഇടുന്നത്. അത്തരത്തിലുള്ള ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവരെക്കാളും കൂടുതൽ സർക്കാരിനാണ്. ആ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിനാണ്, ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്കാണ്. ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ച. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത് അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.